ബീഹാറിൽ വീണ്ടും ജനതാദൾ യുണൈറ്റഡ് BJP സഖ്യം അധികാരത്തിലെത്തിയതോടുകൂടി ഭാഗൽപൂർ ലഹള വീണ്ടും ചർച്ചാ വിഷയമായിരിക്കും. ഈ ഭാഗൽപൂരിനെ കുറിച്ച് ഇപ്പോൾ പല ആളുകളും പല ഭാഷ്യങ്ങളും ചമച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരാരും യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തവരോ അല്ലെങ്കിൽ വ്യക്തത ഉണ്ടായിട്ടും അവ്യക്തമായിട്ട് സംസാരിക്കുന്നവരോ അതുമല്ലെങ്കിൽ അവ്യക്തതയിൽ നിന്ന് അവ്യക്തതയിലേക്ക് നയിക്കുന്നവരുമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ബീഹാറിൻ്റെ ഭാഗധേയം മാറ്റിയ ഈ ലഹളയെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ സൂചിപ്പിച്ച പോലെ ഭാഗൽപൂർ എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു ഉൾനാടൻ പട്ടണമാണ്. അവിടെ നല്ലൊരു സംഖ്യ മുസ്ലിങ്ങളുണ്ട്, മറ്റ് ഹിന്ദു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. അതിൽ തന്നെ വലിയൊരു ഭാഗം യാദവന്മാരാണ്. ഈ സ്ഥലത്ത് സാമുദായിക സംഘർഷത്തിൻ്റെ ചരിത്രം അത്ര അധികം ഇല്ലെങ്കിലും പോലീസ് അതിക്രമത്തിൻ്റെതായ ഒരു അന്തരീക്ഷം പണ്ടുണ്ടായിട്ട് 1979-80 കാലത്ത് ഈ കുറ്റവാളികൾ എന്ന് സംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട കുറേ ആളുകളുടെ കണ്ണുകുത്തി പൊട്ടിച്ച സംഭവമുണ്ടായി. ബീഹാർ ബ്ലൈൻഡിങ് കേസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ കുപ്രസിദ്ധി നേടിയ ഒരു സ്ഥലമാണ്. പോലീസ് അതിക്രമത്തിൻ്റെ അല്ലെങ്കിൽ ഈ വലിയ ഗുണ്ടാ വിളയാട്ടത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് ഭാഗൽപൂർ അറിയപ്പെട്ടത്. ഭാഗൽപൂരിൽ 1989 എന്ത് സംഭവിച്ചു എന്ന വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 1989 എന്ന് പറയുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സംഘർഷപൂരിതമായ ഒരു വർഷമായിരുന്നു. അന്നാണ് ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വലിയ തോതിൽ രാമശിലകൾ രാജ്യത്തെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ശേഖരിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ രാമശില പൂജയും രാമശില ഘോഷയാത്രയും വലിയ സാമുദായിക സംഘർഷത്തിനിടയാക്കി. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ രാമസേവകരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ സംഘർഷമുണ്ടായി, സംഘടനമുണ്ടായി, ജീവഹാനിയും ഉണ്ടായി, സ്വത്ത് നാശമുണ്ടായി. അതിൻ്റെ ഒരു കടന്ന രൂപമാണ് ഭാഗൽപൂരിലുണ്ടായത്. ഭാഗൽപൂരിലും ഈ രാമശില പൂജയും രാമശില ഘോഷയാത്രയും നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും മുസ്ലിങ്ങൾക്ക് മേൽക്കൈയുള്ളൊരു പ്രദേശം കൂടി ആയതുകൊണ്ട് സംഘർഷത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സംഘടനകളുണ്ടായി. ആ ഘട്ടത്തിൽ അവിടെ പോലീസ് സൂപ്രണ്ടായിരുന്നത് KS ദ്വിവേദി എന്ന് പേരുള്ള ഒരു IPS കാരനായിരുന്നു. ഈ ദ്വിവേദി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അവിടെ ഒരു കാരണവശാലും സമാധാന അന്തരീക്ഷം ഉണ്ടാകുകയില്ല എന്ന് മനസ്സിലായിട്ട് സ്ഥലത്തെ ചില മുസ്ലിം നേതാക്കൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സത്യേന്ദ്ര നാരായൺ സിൻഹയെ സമീപിച്ചു. സിൻഹയ്ക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം KS ദ്വിവേദിയെ അവിടെ നിന്ന് സ്ഥലം മാറ്റി. പക്ഷേ ദ്വിവേദിയെ സ്ഥലം മാറ്റിയത് അറിഞ്ഞ് ചില ഹിന്ദു സംഘടനക്കാർ ഉടനെ തന്നെ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയെ സമീപിച്ചു. രാജീവ് ഗാന്ധി അപ്പോൾ തന്നെ ഈ സത്യേന്ദ്ര നാരായൺ സിൻഹയുടെ ഉത്തരവ് റദ്ദാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന അധികാരം ഉപയോഗിച്ച് KS ദ്വിവേദിയെ പുനഃസ്ഥാപിച്ചു. സത്യത്തിൽ ഈ സംസ്ഥാന സർക്കാർ സ്ഥലം മാറ്റിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, അയാൾ IPS കാരനാണെങ്കിൽ പോലും, അദ്ദേഹത്തെ തിരിച്ച് മാറ്റാനോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള അധികാരം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കില്ല. രാജീവ് ഗാന്ധി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചിട്ടാണ് ഈ ദ്വിവേദിയെ തിരിച്ചു കൊടുത്തത്. ഏതായാലും ദ്വിവേദിയെ തിരിച്ചു കൊടുത്തപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ ആളുകൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടന്നു. കാരണം അതിഭയങ്കരമായ സമുദായ കലാപം, വർഗീയ ലഹള ഉണ്ടായി. 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് സർക്കാരിൻ്റെ കണക്ക്. യഥാർത്ഥത്തിൽ എത്ര പേർ മരിച്ചു എന്നുള്ളത് മരിച്ചവർക്കും സാക്ഷാൽ യമധർമ്മന് മാത്രം അറിയൂ. അത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടു. 1000-ലധികം പേർ മരിച്ചതിൽ ഏതാണ്ട് 900 പേർ, അതായത് 10-9 പേരും മുസ്ലിങ്ങളായിരുന്നു. ഈ ഭാഗൽപൂരിന് സമീപത്തുള്ള പല ഗ്രാമങ്ങളിലും വിശ്വ ഹിന്ദു പരിഷത്തുകാരും മറ്റ് ഗുണ്ടാ സംഘങ്ങളും ചേർന്ന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയുണ്ടായിരുന്നു. ഈ സംഭവം രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഗതിയാണ്. പക്ഷേ അന്ന് നമ്മുടെ നാട്ടിൽ ടെലിവിഷൻ ചാനലുകളില്ലല്ലോ, ആകെ അച്ചടി പത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ ഈ വാർത്ത പരമാവധി ന്യൂട്രലൈസ് ചെയ്തിട്ടാണ് കൊടുത്തത്. ഭാഗൽപൂരിൽ 2 വിഭാഗം ആളുകൾ തമ്മിൽ സംഘർഷമുണ്ടായി, കുറച്ച് പേർ മരിച്ചു. പോലീസ് പറഞ്ഞു ഇപ്പോൾ സംഗതികൾ നിയന്ത്രണ വിധേയമാണ്, പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നാണ്. ആ രീതിയിലാണ് റിപ്പോർട്ട് വന്നത് മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനെ തുടർന്ന് പിന്നെ സർക്കാർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ വേറൊരു തമാശയും കൂടി ഉണ്ട്. ഈ സത്യേന്ദ്ര നാരായൺ സിൻഹയ്ക്ക് വിരോധികളായിട്ടുള്ള ചില കോൺഗ്രസ്സുകാരാണ് ഈ വിഷയം രാജീവ് ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ഈ സിൻഹയെ അൺസീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്ന നമ്മുടെ അന്നത്തെ ജഗന്നാഥ മിശ്ര എന്ന് പറഞ്ഞ മുതിർന്ന നേതാവ്, അദ്ദേഹം മുൻ മുഖ്യമന്ത്രി കൂടിയാണ്. അതുപോലെ തന്നെ
മറ്റേ ഭഗവത് ജാ ആസാദ്, ഇതുപോലെയുള്ള നേതാക്കന്മാരാണ് ഈ ഗ്രൂപ്പ് വൈരം നിമിത്തം സത്യേന്ദ്ര നാരായൺ സിൻഹയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ദ്വിവേദിയെ തിരിച്ചു കൊടുത്തു. ഏതായാലും വലിയ ലഹള ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്തം, രാഷ്ട്രീയമായ ഉത്തരവാദിത്തം സത്യേന്ദ്ര നാരായൺ സിൻഹ ഏറ്റെടുക്കേണ്ട വന്നു. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ഈ സംഭവം ഉണ്ടാകുന്നത് 1989 ഒക്ടോബർ മാസത്തിലാണ്. അതേ തുടർന്ന് അദ്ദേഹം രാജിവെച്ചു. ഡിസംബർ മാസത്തിൽ പുതിയ മുഖ്യമന്ത്രിയായിട്ട് പഴയ മുഖ്യമന്ത്രി ജഗന്നാഥ മിശ്ര ചുമതലയേറ്റു. പിന്നെ അധികം വൈകാതെ തെരഞ്ഞെടുപ്പ് നടന്നു. 1990 മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. കോൺഗ്രസ് എന്നേക്കുമായിട്ട് പരാജയപ്പെട്ടു എന്നാണ് ശരി. കാരണം അതിനുശേഷം ഇന്നേ ദിവസം വരെ കോൺഗ്രസിന് അവിടെ ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല. കോൺഗ്രസ് പിന്നീട് ഒരിക്കലും ബീഹാറിൽ ജയിച്ചിട്ടേയില്ല. ആ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ മുസ്ലിം സമുദായം പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ ഉപേക്ഷിച്ചു. അതുവരെ കോൺഗ്രസിന് സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് മുസ്ലിങ്ങളും പട്ടികജാതിക്കാരും ഈ സവർണ ഹിന്ദുക്കളും പ്രത്യേകിച്ച് ബ്രാഹ്മണരുമായിരുന്നു വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകൾ. സവർണ സമുദായക്കാർ പൂർണ്ണമായിട്ട് BJPക്ക് പിന്തുണ നൽകി. യാദവന്മാരടക്കമുള്ള പിന്നോക്ക സമുദായക്കാർ പണ്ടുപോലൊക്കെ സോഷ്യലിസ്റ്റുകാരാണ്, അവരവിടെ തന്നെ തുടർന്നു. പട്ടിക സമുദായക്കാർ രാംവിലാസ് പാസ്വാന്റെ കൂടെ അവരും ജനതാദളിലേക്ക് എത്തി. പിന്നെ മുസ്ലിങ്ങൾ എന്നേക്കുമായിട്ട് കോൺഗ്രസിന് ഉപേക്ഷിച്ചു, അവരും ജനതാദളിൻ്റെ കൂടെ കൂടി. അതാണ് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ ജനതാദളിൻ്റെ വോട്ട് ബാങ്ക്. പക്ഷേ ഇതിൽ വലിയ ഒരു കൗതുകമുണ്ട്. ഈ ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഈ കുറ്റവാളികളെ ശിക്ഷിക്കും, അവരുടെ പേരിൽ കേസെടുക്കും എന്നൊക്കെയാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പോലീസ് മിക്കവാറും സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തില്ല. രജിസ്റ്റർ ചെയ്ത് തന്നെ പരമാവധി അലസമായിട്ടാണ് അന്വേഷിച്ചത്. മിക്കവാറും കേസിൽ പ്രതികളെ വെറുതെ വിട്ടു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്രതികൾ നല്ലൊരു ഭാഗം യാദവന്മാരായിരുന്നു. അപ്പോൾ ലാലു പ്രസാദ് യാദവ് ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ റബഡി ദേവി ഭരിക്കുമ്പോൾ യാദവന്മാർക്കെതിരായിട്ട് ബീഹാറിൽ ഒരു ചാർജ് നിൽക്കില്ല. അതുകൊണ്ടാണ് ഈ പ്രതികളെല്ലാവരും വെറുതെ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. സത്യേന്ദ്ര നാരായൺ സിൻഹ കണ്ണീരിൽ കുതിർന്ന ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് രാജീവ് ഗാന്ധിയും അതുപോലെ ഭഗവത് ജാ ആസാദും അതുപോലുള്ള ആളുകളുമാണ് ഭാഗൽപൂരിലുണ്ടായ ലഹളയുടെ യഥാർത്ഥ കാരണക്കാർ. ഞാൻ തികച്ചും നിരപരാധിയാണ്, ഞാൻ വിചാരിച്ചാൽ ഒന്നും നടക്കുമായിരുന്നില്ല എന്നൊക്കെയാണ്. അങ്ങനെ പ്രതികൾ മിക്കവാറും എല്ലാം രക്ഷപ്പെട്ടവരെല്ലാവരും നിന്ന് യാദവന്മാരുമായിരുന്നു. ഇങ്ങനെയാണ് ഭാഗൽപൂരിൽ വർഗീയ ലഹള ഉണ്ടായത്. അവിടുത്തെ കോൺഗ്രസ് ഭരണം എന്നേക്കുമായിട്ടും അവസാനിച്ചു. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി വോട്ടർ അധികാര യാത്ര നടത്തിയിട്ടു, അല്ലെങ്കിൽ ഏകാദൃശ്യമായിട്ടുള്ള മറ്റ് പോരാട്ട നാടകങ്ങൾ ചെയ്തിട്ട് ഒന്നും ബീഹാറിൽ നഷ്ടപ്പെട്ട ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞ സംഗതി തന്നെ ഇല്ല, ഉപ്പുവെച്ച കാലം പോലെ. അപ്പോൾ ഇതാണ് സംഗതി. പിന്നെ പറയുന്നവർക്ക് പലതും പറയാം. ഭാഗൽപൂർ ലഹള എങ്ങനെ ബീഹാറിൻ്റെ ഭാഗധേയത്തിൽ നിർണ്ണയിച്ചു എന്ന് ചോദിച്ചാൽ മുസ്ലിം ജനസാമാന്യത്തെ എന്നേക്കുമായിട്ട് ബീഹാറിൽ മാത്രമല്ല വടക്കേ ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും അകറ്റുന്നതിൽ ഇവർ വിജയിച്ചു എന്നുള്ളതാണ്. ഇനി ഒരു തമാശ കൂടി പറഞ്ഞിട്ട്, തമാശയല്ല ക്രൂരമായ ഒരു തമാശ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബൂട്ടാ സിംഗ് ഭാഗൽപൂരിൽ ലഹള നടക്കുമ്പോൾ ബൂട്ടാ സിംഗ് എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ്. ബൂട്ടാ സിംഗ് ആ സമയത്ത് തമിഴ്നാട്ടിലെ കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ സംബന്ധിച്ച് സിനിമ നടി ഉണ്ണി മേരിയുമായിട്ട് ചർച്ച നടത്തായിരുന്നു. ആ ചർച്ചയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതി. അപ്പോൾ ജയ് ഹിന്ദ്.